നമ്മളിവിടെ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ജാങ്കോ പ്രൊജക്റ്റില് ഡാറ്റാബേസ് സെറ്റ് ചെയ്യുക, മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റിൽ വന്നിട്ട് അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ജാങ്കോ ഫ്രെയിംവർക്ക് ചൂസ് ചെയ്യുക. ദെൻ പേര് കൊടുക്കുക, നമ്മൾ പൈത്തൺ ഇന്റർപ്രിറ്റർ ചൂസ് ചെയ്യുക. മോർ സെറ്റിംഗ്സിൽ വന്നിട്ട് മൈ ആപ്പ് എന്ന് കൊടുക്കാം. ഡീഫോൾട്ട് ആയിട്ട് മൈ ആപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ റീനെയിം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് കിട്ടും. ഈ ഇന്റർഫേസിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഒരു മൈ ആപ്പും ഉണ്ട്, അൺടൈറ്റിൽഡ് 2 ഉണ്ട്. ഈ മൈ ആപ്പ് നമ്മളെ ആപ്ലിക്കേഷൻ നെയിമും അൺടൈറ്റിൽഡ് നമ്മളെ പ്രൊജക്ട് നെയിമും ആണ്. അപ്പോൾ ഈ മൈ ആപ്പിനുള്ളിൽ കുറേ പൈത്തൺ ഫയൽ ഉണ്ട്, അതേപോലെ അൺടൈറ്റിൽഡിൻ്റെ ഉള്ളിലും കുറേ പൈത്തൺ ഫയൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് ആയ ഫസ്റ്റ് ഫയലാണ് settings.py. ഈ settings.py നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റാബേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ വ്യൂസ് ഉണ്ട്. വ്യൂസിലാണ് നമ്മൾ കോഡിങ് ചെയ്യേണ്ടത്. അതായത് ഈ ജാങ്കോ എന്ന് വെച്ചാൽ ഒരു MET ആർക്കിടെക്ചർ ആണ്. മോഡൽസ്, വ്യൂസ്, ടെംപ്ലേറ്റ്സ്. മോഡൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റാബേസിലെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ. വ്യൂസ് എന്ന് വെച്ചാൽ നമ്മളെ ഫംഗ്ഷൻ കോഡിംഗ് ആണ്. പിന്നെ നമുക്ക് URLs നമ്മളെ പാത്ത് ക്രിയേറ്റ് ചെയ്യണം. ടെംപ്ലേറ്റ്സ് ആണ് നമ്മളെ യൂസർ ഇന്റർഫേസ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, settings.py വന്നിട്ട് നമ്മളെ ഡാറ്റാബേസ് സെറ്റ് ചെയ്യണം. ഡാറ്റാബേസിൽ എന്ത് ചെയ്യുക, നമ്മളിവിടെ MySQL ആക്കുക. SQL to 3 മാറിയിട്ട് MySQL ആക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഡാറ്റാബേസിന് ഒരു പേര് കൊടുക്കാം. ഡാറ്റാബേസിന് ഞാൻ പേര് കൊടുത്തു. ന്യൂ 1DB എന്നാണ് പേര് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, യൂസർ സെറ്റ് ചെയ്യണം. യൂസർ സെറ്റ് ചെയ്യുക. യൂസറിൽ കൊടുക്കേണ്ടത് റൂട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ എന്താണോ പാസ്വേഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോർട്ട് സെറ്റ് ചെയ്യണം. നമ്മുടെ SQLന്റെ പോർട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ കൊടുക്കുന്നത് 3308 ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡാറ്റാബേസ് സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് OS ആണ്. ഈ OS എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് അടിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു റെഡ് ബൾബ് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് OS കൊടുത്താലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. മോഡൽസ് പോയിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടേബിൾ കൊടുക്കുക. ക്ലാസ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ പേര് കൊടുത്തു യൂസർ ടേബിൾ. എന്നിട്ട് നമുക്ക് മോഡൽസ് ഡിഫൈൻ ചെയ്യാം. മോഡൽസ് ദെൻ നമുക്ക് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് വേണ്ടോ അതൊക്കെ ഈ ഒരു ക്ലാസ്സിനുള്ളിൽ കൊടുക്കാം. ഫസ്റ്റ് നെയിം കൊടുക്കാം. നെയിം ഈക്വൽ ടു models.char ഫീൽഡ് max length ഈക്വൽ ടു 100. ഇനി നമുക്ക് വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് എങ്ങനെ ഉണ്ടാവുക, ഡേറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഡേറ്റ് കൊടുക്കേണ്ടത് ഡേറ്റ് ഫീൽഡ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ദെൻ അടുത്ത് നമുക്ക് വേണ്ടത് ഫോൺ നമ്പർ ആണ്. ഈ ഫോൺ എന്താ, നമ്പറിന്റെ കേസാണ് അല്ലേ. അപ്പൊ നമ്പർ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ബിഗ് ഇന്റിജർ ഫീൽഡ് കൊടുക്കാം. അപ്പൊ നമ്മുടെ ആട്രിബ്യൂട്ട്സ് ഇത്രയാണ്. ഈ ആട്രിബ്യൂട്ട്സിനകത്ത് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, മാക്സ് ലെങ്ത് കൊടുക്കണം. ബാക്കി ഡേറ്റ് ഫീൽഡിനും ബിഗ് ഇന്റിജറിനും നമുക്ക് മാക്സ് ലെങ്ത്തിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ബാക്കെൻഡിലാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ബാക്കെൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് SQL യോഗാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു SQL യോഗ ഓപ്പൺ ചെയ്യണം. SQL യോഗ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. ഈ ഇന്റർഫേസിലെ ഈ യൂസർ നെയിമും റൂട്ടും പോർട്ടാണ് നമ്മൾ പൈജാമിൽ സെറ്റിംഗ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് കൊടുക്കാം. കണക്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഡാറ്റാബേസ് പോയിട്ട് ക്രിയേറ്റ് ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ കൊടുത്ത പേരെന്താന്ന് ഇവിടെ കൊടുക്കുക. ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് ന്യൂ 1DB എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അതായത് നമ്മൾ പൈജാമില് സെറ്റിംഗ്സിൽ ഡാറ്റാബേസ് കൊടുത്ത ഈ നെയിം വെച്ചാണ് നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നോക്കുക. ഇവിടെ ന്യൂ 1DB കണ്ടോ, ഇവിടെ ടേബിൾസ് എന്താ, എംപ്റ്റി ആണ്.
ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടേബിൾസിനെ ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കമാൻഡ് എന്താണെന്ന് വെച്ചാൽ ടെർമിനൽ വന്നിട്ട് ഇവിടെ പൈത്തൺ സ്പേസ് manage.py make മൈഗ്രേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണിക്കും, നമ്മൾ ചെയ്ത മോഡൽ ക്രിയേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മൈഗ്രേറ്റ് എന്നാണ് കമാൻഡ് കൊടുക്കണം. പൈത്തൺ സ്പേസ് manage.py മൈഗ്രേറ്റ്. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വരും, ഇവിടെ ഓക്കെ എന്ന് വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ SQL എടുത്തിട്ട് ഇവിടെ ടേബിൾസ് വന്നോ നോക്കാം. വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾ റൂട്ട് അറ്റ് ലോക്കൽ ഹോസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടേബിൾസ് അവിടെ വരുന്നതാണ്. ഈ ജാങ്കോന്റെ ഈ ഓത്തും ജാങ്കോയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. നമുക്കിവിടെ മൈ ആപ്പ് യൂസർ ടേബിൾ ആണ് നമ്മുടെ ടേബിള്. ഇതിൽ കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാസ് ഇവിടെ കാണിക്കും, ആട്രിബ്യൂട്ട്സ് ഇവിടെ കാണിക്കും, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ. പിന്നെ ഈ ഒരു ID നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, കാരണം ഈ ഒരു ID പ്രൈമറിക്കാണ്, ഓട്ടോമാറ്റിക്കലി അത് ഡിക്ലെയർ ആയിക്കോളും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, പൈജാമിൻ്റെ അകത്ത് നമ്മളെ ഡാറ്റാബേസ് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡാറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മോഡൽസ് പോയിട്ട് നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, മൈഗ്രേറ്റും ചെയ്തു. SQL അത് ഡാറ്റാബേസിലേക്ക് സേവ് ആക്കി. അപ്പൊ ഈ ഒരു സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.